എൻ്റെ ഗാർഡനിലെ ഭീമന്മാരിൽ ഒരാളാണ് ഈ ഇരിക്കുന്നത്. ഇത് ഫിലോയുടെ റെഡ് വെറൈറ്റിയാണ്. മാവിൻ്റെ ചുവട്ടിലിരുന്നത് കൊണ്ട് തന്നെ മാവിൻ്റെ പശയും ഒക്കെ ലീഫിലൊക്കെ വന്ന് ഇതായിട്ടുണ്ട്. നന്നായിട്ട് വലുതായി ആള്. അപ്പം എന്തായാലും പോട്ട് റീപോർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഫ്ലവറാണ് കേട്ടോ. നല്ല മെച്യൂർ എത്തിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ മാത്രമാണ് ഫിലോയിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ. അടിപൊളിയായിട്ട് നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാവിൻ്റെ പൂവും അതൊക്കെ വീണിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യേണ്ട സമയമായി, റീപോർട്ടും ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഒരു ചെറിയ ജിഫി ബാഗിൽ വാങ്ങിയ പ്ലാന്റാണിത്. അപ്പോൾ ഇതുപോലെ വളർന്ന് വലിയ, ഇതുപോലെ നോക്കണ്ട കേട്ടോ, ഇങ്ങനെ കാണുന്ന പോലെയല്ല, വളരെ നല്ല വലിയ സൈസാണ് കേട്ടോ പ്ലാന്റ്. മുറിച്ചെടുത്തപ്പോൾ തന്നെ കയ്യിൽ പിടിക്കാനായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടായി, നല്ല വലുപ്പമുണ്ട്. ഇതിപ്പോൾ ഒരു 9 ഇഞ്ചിൻ്റെ പോട്ടിലാണ് ആളെ ഞാൻ നട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ആ പോട്ടൊക്കെ കവിഞ്ഞ് വളർന്ന് തിങ്ങി വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റീപോർട്ട് ചെയ്യാനായിട്ട് ആളെ ഞാൻ ഈ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ റൂട്ടൊക്കെ നല്ലോണം ഉണ്ട് പുറത്ത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് ഇതിൻ്റെ വരുന്ന പുതിയ ലീഫിനും ആ തണ്ടിന് മുറിച്ചു കൊടുത്തൊക്കെ കണ്ട ഒരു റെഡിഷ് കളറാണ്. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടായ യെല്ലോ ആയിട്ടുള്ള ലീഫുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. പിന്നെ അതല്ല, ഇതിന് ഇളപ്പുകൾ അങ്ങനെ പൊട്ടി വരാറില്ല, ബുദ്ധിമുട്ടാണ് വരാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട്, നല്ല റൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് 2 പ്ലാന്റായിട്ട് വെക്കാമെന്ന് വെച്ച് കട്ട് ചെയ്ത മോൾ ഭാഷം വേറെ പ്ലാന്റും, പിന്നെ അടിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇളപ്പൊക്കെ വന്നോളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കട്ട് ചെയ്യാനായിട്ട് ഒരു കൈക്ക് കട്ട് ചെയ്യാൻ പറ്റണ്ടായില്ല, നല്ല ഹാർഡുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, 2 ആളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത് കുറച്ച് നീണ്ടിട്ടുള്ള റൂട്ട്സൊക്കെ കുറേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ ഇത് ഈ മുറിച്ച വശം ഇതും പോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് അതിൻ്റെ പുതിയ ഷൂട്ട്സൊക്കെ വന്നോളും. അപ്പോൾ ഇതുപോലെ ഞാൻ വലിയ ഒരു 12 ഇഞ്ചിൻ്റെ വലിയ പോട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഹോൾസൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലും പിന്നെ കുറച്ച് ചവറും നിറച്ചിട്ടുണ്ട്. പിന്നെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊക്കോപ്പിറ്റും മണ്ണും കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടി മിക്സ് ചെയ്ത പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ മുറിച്ച് കൊടുത്താൽ 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഞാൻ ആളെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ മണ്ണ് കുത്തി നിറച്ചിട്ടില്ല, ഇറക്കി വെച്ച് കൊടുത്തോളം മണ്ണ് മാത്രമാണ് ഫില്ല് ചെയ്ത് ആളെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.